Good morning, friends. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക മോരുകറി. അപ്പം വെണ്ടക്ക ഒരു 1/2 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുത്ത് അതിനുശേഷം ചീനച്ചട്ടി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇടുക. വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ വെണ്ടക്ക എടുത്ത് അതിലിട്ട് ചൂടായിട്ടില്ല. നന്നായി തുടങ്ങട്ടെ. എണ്ണ നന്നായി ചൂടാകുമ്പോൾ വെണ്ടക്കയിട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായി വഴറ്റണം, എന്നാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് വരികയുള്ളൂ. ഓക്കെ. അപ്പോൾ വഴറ്റി വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് തേങ്ങ, പച്ചമുളക്, നെക്സ്റ്റ് മഞ്ഞൾ, ജീരകം, പിന്നെ കുറച്ച് ഒരു 2 കരിപ്പത്ത ഇട്ടുകൊണ്ട് മൂടി നന്നായി അരക്കുക. നന്നായിട്ട് വാടി വരുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ഈ അരപ്പ് ഇതിനകത്ത് ചേർക്കുകയാണ് കേട്ടോ. ഏകദേശം വെണ്ടക്ക വഴണ്ടി വരുന്നതാണ്. അതിനുശേഷം ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് ഈ സിമ്മിലാക്കുക. എന്നിട്ട് അരപ്പും ഈ വെണ്ടക്കയായിട്ട് നന്നായി ഇളക്കി ചേർക്കുക. പിന്നെ കുറച്ച് ഉപ്പും ചേർക്കുക. അതിൻ്റെ കൂടെ അതിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. നല്ലോണം ലൂസാക്കണം. ലൂസാക്കി എന്നിട്ട് അപ്പോൾ ഇത് ലൂസാ. അപ്പം നീ എടുത്തോ. കേട് നല്ല ലൂസാക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുക. തൈര് ഒഴിച്ചുകൊണ്ട് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. അധികം ഹൈ ഫ്ലെയിമിലാക്കാൻ പാടില്ല. അപ്പോൾ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ പിരിയാതെ എടുക്കണം. അപ്പോൾ ഇതാ കറി ഓൾറെഡി 2 മിനിറ്റ് കൊണ്ട് കറിയാവും. മഞ്ഞൾ ഓക്കെ. വറവിന് വേണ്ടിയായിരുന്നു ചീനച്ചട്ടി വെച്ച്, ചെറിയ ചീനച്ചട്ടി വെച്ചാൽ മതി. അതിനകത്ത് അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകട്ടെ. ചൂടായി കഴിയുമ്പോൾ നമ്മളതിനെ നന്നായി ചൂടാകണം. എന്നാലും മാത്രമേ കടുകിടുക. കടുകിട്ട് കിട്ടില്ല ചൂടാത് വറുത്തിടുകയാണ്. ആദ്യം നമ്മൾ കുറച്ച് ചെറിയ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കടുകിടുക. കടുകിട്ട് കഴിയുമ്പോൾ ചുവന്ന മുളക്, ചുവന്ന മുളക് നല്ല ആ മുളക് ഇടുക. പിന്നെ